ഹായ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ 2 വർഷം മുമ്പ് വീട്ടിൽ ചെറുതായിട്ട് ഇതുപോലെ ഒരു ഏരിയയിൽ പുല്ല് വിരിച്ചിരുന്നു. എല്ലാവരും വിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ മെക്സിക്കൻ ഗ്രാസ് ആയിരുന്നു വിരിച്ചിരുന്നത്. ഈ തവണ വന്നപ്പോൾ അതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് പുതിയൊരു പുല്ല് വെക്കാൻ പോവുകയാണ്. കാരണം മെക്സിക്കൻ ഗ്രാസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കട്ട് ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഈ ചെതൽ പിടിക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മരുന്നടിക്കണം. അപ്പോൾ അതൊക്കെ കുറച്ചൊരു റിസ്ക്കിയാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് നല്ല രസകരമായിട്ട് വളർത്താൻ സാധിക്കും. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാനത് വെട്ടിക്കളഞ്ഞിട്ട് ഇനി ഇപ്പം എല്ലാവരും കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന പേൾ ഗ്രാസാണ്. ഇതുപോലെ ഷീറ്റ് അത് വാങ്ങാൻ കിട്ടും. ചില വീഡിയോസിലൊക്കെ കണ്ട് തൃശ്ശൂരൊക്കെ പോയാൽ നേരിട്ട് നമുക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്നുണ്ട്. ഞാനിത് നേരത്തെ വിരിച്ചിരുന്ന ടീമിനെ തന്നെ ഏൽപ്പിച്ചതാണ്. അത് സ്ക്വയർ ഫീറ്റിന് അവർ വിരിച്ചു തരാമെന്ന് 40 രൂപ എങ്ങാണ്ടാവും. ഈ മെക്സിക്കൻ ഗ്രാസ് പ്രത്യേകിച്ച് നമ്മുടെ ഈ തണലിലെ ഏരിയയിലൊന്നും ശരിക്കും വളരില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്ത് മാറ്റിയിട്ട് പേൾ ഗ്രാസാണ് നമ്മൾ ഇവിടെ നടാൻ പോകുന്നത്. ഇതുപോലെ മറ്റേ 3 അടിയുടെ ഷീറ്റ് 4 അടിയുടെ ഷീറ്റൊക്കെ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയുന്നവർക്ക് ഇത് ഈസി ആയിട്ട് വിരിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഒരു 150 സ്ക്വയർ ഫീറ്റ് ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഇപ്പോൾ എല്ലാവരും വിരിക്കുന്ന ഈ ഒരു പേൾ ഗ്രാസാണ് വിരിച്ച് കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റേൻ്റെ അത്ര മെയിൻ്റെനൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത വെക്കേഷൻ വരുമ്പോൾ ഇത് മാറ്റേണ്ടി വരുമെന്നറിയില്ല. ഇതുപോലെ നമ്മുടെ നേരത്തെ വിരിച്ച ടീമിനെ തന്നെ ഏൽപ്പിച്ച് അവരെ കൊടുത്ത് നാട്ടിലാണ് ഇത് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഏകദേശം സെറ്റിങ്സൊക്കെ തീർന്നു, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതൊന്നാമത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒന്ന് നനച്ചെടുത്താൽ മതി, കൂടുതൽ കാടായിട്ട് വളരില്ല. അതുപോലെ തണലിലൊന്നും അത്ര വീക്കായിട്ട് പോവില്ല എന്ന് കേട്ടു. എനിവേ ലെറ്റ്സ് സീ എന്താവുന്നു.